ഞാൻ അറിഞ്ഞത് കണ്ടാമൃഗം കേസ് കൊടുത്തുന്ന തൊലിക്കെട്ടി അതിനാണ് കൂടുതലെന്നാണ് അത് ഇതുവരെ ഉണ്ട്. റെക്കാർഡ് തകർത്തുകൊണ്ട് വേറൊരു തൊലിക്കെട്ടി മേടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു രേഷ്മ പി തങ്കച്ചനെ. കൊച്ചിന് അൽസിമേഴ്സ് ഉണ്ട്. അൽസിമേഴ്സ് രോഗമുള്ള രേഷ്മ പി തങ്കച്ചനോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഇങ്ങനെ ഒരു ചാറ്റ് പുറത്തു വന്നിട്ടുണ്ടല്ലോ, ആ ചാറ്റിന്റെ ആധികാരികതയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ. അവതാരകന് ചോദ്യത്തിന്റെ ഉത്തരം ചട്ടയെന്ന് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രേഷ്മ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ? നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒരു ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം. ജസ്റ്റ് മീറ്റ് അപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവില്. എടീ, വേലി ചാടിയ പശു കോലോണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. സുധിച്ചേട്ടന്റെ ആത്മാവ് നിങ്ങൾ വെറുതെ വിടത്തില്ല, അത് മനസ്സിലാക്കിക്കൊള്ളൂ. അവയാളുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയായ ഈ സ്ത്രീ വട തിന്നാൻ, ചായ കുടിക്കാൻ, റൈഡ് പോകാൻ, ഷേക്ക് കഴിക്കാൻ, കൂടെ പോകാൻ മാനേജറെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നതിലെ തെറ്റ് നിങ്ങളൊന്ന് പറഞ്ഞതാ, ഞാൻ കേൾക്കട്ടെ. അല്ല പിന്നെ നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടില്ല, എന്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. എനിക്ക് ഓർമ്മ പോലും എന്താ സംഭവിച്ചത്. ആടേക്ക് എന്താണ്? അല്ല, നിങ്ങൾക്ക് എന്നെ കാണണോ, മീറ്റപ്പ് ചെയ്യണോ, ഷാർജ ഷേക്ക് കുടിക്കാൻ വേണോ? ഷാർജ ഷേക്കാണോ, ബഹ്റൈൻ ഷേക്കാണോ, ദുബായ് ഷേക്കാണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്. സെലിബ്രിറ്റി, സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി. ആരാ ഇപ്പൊ സെലിബ്രിറ്റി? എന്താണ് സെലിബ്രിറ്റി? വേണ്ടല്ലേ, നമുക്ക് അതിനകത്ത് ആധികാരികമായിട്ടൊന്നും പറയണ്ട. അത്യാവശ്യം സെലിബ്രിറ്റി ആണെന്ന് സ്വയം വിശ്വസിച്ച് നടന്നോട്ടെ, ഒന്നും കുഴപ്പമില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പക്ഷേ ഇതിന്റെ ആധികാരികത ചോദ്യം ചെയ്യുന്ന ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് കേട്ടല്ലോ. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മ പോലും എന്താ സംഭവം. ഇപ്പൊ ചാറ്റാണോ വെച്ച് ചെയ്താണ്, ഞാനത് കണ്ടുമില്ല. ഒന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. പോക്കിരിത്തരം കാണിച്ചിട്ട് പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റി ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലക്കറിന്ന് ഞരങ്ങുക. ശ്രദ്ധിച്ചു, എന്നോട് ഒരാൾ കണ്ടുപിടിക്കുക, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. ഇതെനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന് ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോൺടാക്ട് ചെയ്ത്. വേണ്ട, കണ്ടാത്തോണ്ട. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്.